ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കുന്നത് നബാർഡിനെ കുറിച്ചാണ്. അപ്പോൾ നബാർഡിൻ്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ജൂലൈ 12, 1982 നബാർഡ് ആക്ട് വന്നത് 1981 1979 RBI അപ്പോയിൻ്റ് ചെയ്ത ശിവരാമൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നബാർഡ് നിലവിൽ വന്നത്. നബാർഡ് ഒരു അപ്പെക്സ് ബാങ്കാണ്. 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ മെർജ് ചെയ്താണ് നബാർഡ് നിലവിൽ വന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് RBI ആൻഡ് അഗ്രികൾച്ചറൽ റീഫിനാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഏതൊക്കെയാണ്? അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് RBI ആൻഡ് അഗ്രികൾച്ചറൽ റീഫിനാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും മെർജ് ചെയ്താണ് നബാർഡ് വന്നത്. നബാർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. നബാർഡ് സ്റ്റാർട്ട് ചെയ്തത് 100 കോടി മൂലധനം വെച്ചുകൊണ്ടാണ്. നബാർഡ് സ്റ്റാർട്ട് ചെയ്തത് 100 കോടി മൂലധനം വെച്ചാണ്. അത് ഈക്വലായിട്ട് RBI ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് അന്ന് എടുത്തത്. പക്ഷേ നൗ ഇറ്റ് ഈസ് ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇപ്പോൾ അത് ഫുള്ളി ഓൺ ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. നെക്സ്റ്റ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. നബാർഡിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ചെയർമാൻ ഒരാൾ, മാനേജിംഗ് ഡയറക്ടർ ഒരാൾ, എക്സ്പേർട്സ് ഫ്രം കോപ്പറേറ്റീവ് ആൻഡ് കൊമേഴ്സ്യൽ ബാങ്ക്. കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും കൊമേഴ്സ്യൽ ബാങ്കിൽ നിന്നുമുള്ള എക്സ്പേർട്സ് 3 പേര്. ദെൻ ഡയറക്ടർ ഫ്രം RBI നിന്ന് 3 പേര്. ദെൻ ഡയറക്ടേഴ്സ് ഹു ആർ എക്സ്പീരിയൻസ്ഡ് ഇൻ റൂറൽ എക്കണോമിക്സ് ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഡയറക്ടേഴ്സ് ഹു ആർ എക്സ്പീരിയൻസ്ഡ് ഇൻ റൂറൽ എക്കണോമിക് ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിൽ പ്രാവീണ്യമുള്ള 3 പേര്. പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ 3 ഒഫീഷ്യൽസ്. ദെൻ ഡയറക്ടേഴ്സ് ഫ്രം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ 2 ഒഫീഷ്യൽസ്. അപ്പോൾ ഒരു ചെയർമാൻ, ഒരു മാനേജിംഗ് ഡയറക്ടർ, പിന്നെ കോപ്പറേറ്റീവ് ആൻഡ് കൊമേഴ്സ്യൽ ബാങ്ക് എക്സ്പേർട്സ്, പിന്നെ RBI 3 ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സ് ഹു ആർ എക്സ്പീരിയൻസ്ഡ് ഇൻ റൂറൽ എക്കണോമിക്സ് ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. റൂറൽ ഡെവലപ്മെൻറ്റിലും റൂറൽ എക്കണോമിക്സിലും എക്സ്പീരിയൻസ് ഉള്ള 3 പേര്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽസ് 3 പേര്. ദെൻ ഡയറക്ടേഴ്സ് ഫ്രം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് 2 പേര്. അങ്ങനെ 15 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് നബാർഡിനുള്ളത്. നബാർഡിൻ്റെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. ടേം ഓഫ് സർവീസ്, ചെയർമാൻ്റെ കാലാവധി 5 വർഷമാണ്. പ്രസൻറ്റ് ചെയർമാൻ ഷാജി KV ആണ്. ഫോർമർ ചെയർമാൻ ഗോവിന്ദ രാജുലു ചിൻഡാലയായിരുന്നു. ഫസ്റ്റ് ചെയർമാൻ രാമകൃഷ്ണ അയ്യർ. നബാർഡ്സ് പ്രൈമറി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നബാർഡിൻ്റെ ആദ്യത്തെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബേർഡ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലക്നൗ ആണ്. 1983 അത് സ്ഥാപിതമായത്. അപ്പോൾ ബേർഡിൻ്റെ ഫുൾ ഫോം എന്താണ്? ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നബാർഡിൻ്റെ പ്രൈമറി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബേർഡാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലക്നൗ ആണ്. 1983 അത് സ്ഥാപിതമായത്. ഫങ്ഷൻസ് ഓഫ് നബാർഡ്. നബാർഡിൻ്റെ ഫങ്ഷൻസ്: 1 ക്രെഡിറ്റ് ഫങ്ഷൻ, 2 ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊമോഷണൽ ഫങ്ഷൻ, 3 സൂപ്പർവൈസറി ഫങ്ഷൻ. അപ്പോൾ ഏതൊക്കെയാണ് 3 ഫങ്ഷൻസ്? ക്രെഡിറ്റ് ഫങ്ഷൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊമോഷണൽ ഫങ്ഷൻ, സൂപ്പർവൈസറി ഫങ്ഷൻ. നെക്സ്റ്റ്, ഫണ്ട്സ്. നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. ആദ്യത്തെ ഫണ്ട് എന്താണ്? നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടുള്ളത്? ഗീവ് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺ ടു കോപ്പറേറ്റീവ്സ്. കോപ്പറേറ്റീവ്സിന് ഷോർട്ട് ടേം ആയിട്ടും മീഡിയം ടേം ആയിട്ടുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യാനുള്ള ഫണ്ടാണിത്. നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. സെക്കൻഡ് വൺ, നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട്. ലോങ് ടേം ലോണുകൾ കോപ്പറേറ്റീവ്സിന് പ്രൊവൈഡ് ചെയ്യാനുള്ള ഫണ്ടാണിത്. നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട്. ദെൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട്. മൂന്നാമത്തെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട്. ഇനി നബാർഡുമായി ബന്ധപ്പെട്ട മറ്റു കുറച്ച് കാര്യങ്ങൾ. നാഷണൽ ബാങ്ക് സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ലക്നൗവിലാണ്. നാഷണൽ ബാങ്ക് സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ലക്നൗവിലാണ്. കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ ബാങ്കിങ് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ദെൻ നബാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റൊരു പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്, KCC, കിസാൻ ക്രെഡിറ്റ് കാർഡ്. 1998 നബാർഡ് ഇത് ലോഞ്ച് ചെയ്തത്. അതുപോലെ തന്നെ സുരഭിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നതും നബാർഡാണ്. എന്താണ് സുരഭി? കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. സുരഭി എന്താണ്? കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ്സ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എറണാകുളത്താണ്. ഇതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? നബാർഡാണ്.